ഞാൻ എൻ്റെ മോൻ ആകെ എനിക്കൊരു മോനേ ഉള്ളത്. ആ മോൻ എനിക്ക് തിരിച്ചു വന്നില്ലെങ്കിലത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ തിരിച്ചിട്ട് അതൊരു വല്ലാത്തൊരു സംഭവമാണ്. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. ഇപ്പൊ ഞാനെന്നുള്ളത് കുന്നത്തുകാവ് കുന്നംകുളങ്കരക്കാവ് പറഞ്ഞ ക്ഷേത്രം, മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. ഒരുപാട് വന്നപ്പോൾ തന്നെ ഒരുപാട് ഫ്രണ്ടിൽ തന്നെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ഐതിഹ്യമുള്ളതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചും ഇവിടുത്തെ ചൈതന്യത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ സംസാരിക്കും കമ്മിറ്റിക്കാരും അതുപോലെ തിരുമേനിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചറിയാം. ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നു ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകളും ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോയും ഷെയർ ചെയ്യുക, മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ഇത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാ ആളുകളിലേക്കും എത്തട്ടെ, എല്ലാ ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവരോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം കേട്ടോ. ഇവിടെ കുന്നത്തുകാവ് ദുർഗാക്ഷേത്രം, ഞാനാണ് ഇവിടുത്തെ മേൽശാന്തി. ഇവിടെ ഒരു 1500 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഇവിടെ കുറേ കാലങ്ങളുമായിട്ട് നമ്മൾ മുട്ടറക്കൽ കാര്യങ്ങളും മറ്റുള്ള ജ്യോതിഷമായ കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി മുഖ്യമായ വഴിപാടുകളും കാര്യങ്ങളും എല്ലാം മുട്ടറുത്ത് ഫലം പറയുകയും അതിനുള്ള വഴിപാട് സാധനങ്ങൾ നമ്മൾ ചെയ്യിക്കുകയും എഴുതുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നു പോകുന്നുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്ട്, പാലക്കാട് ഡിസ്ട്രിക്ട്, ഇവിടെ നിന്നെല്ലാം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നെല്ലാം ആൾക്കാർ ഇവിടെ വന്നുപോയി അവരുടെ കാര്യങ്ങൾ സാഹിത്യം നേടി പോകുന്നുണ്ട്. ഞാൻ ഒരു ജ്യോത്സ്യനും കൂടിയാണ്, തന്ത്രിയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ആൾക്കാർ വരുന്നവർക്ക് എന്ത് മനോവിഷമം വന്നാലും ശരി, ഞാനത് മുട്ടറുത്ത് കൊടുത്ത് ഫലം പറയുകയും അതേമാതിരി തന്നെ മുട്ടറുത്തിട്ട് മുഴുവൻ തെളിഞ്ഞിട്ടില്ലെങ്കിൽ രാശി വെച്ച് നോക്കിയിട്ട് ചെയ്യുകയും അതിന് പ്രശ്ന പരിഹാരം കൂടി ഇവിടെ ചെയ്തു കൊടുക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും സഫലമാവുകയും ചെയ്യുന്നതാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മണ്ഡലം കഴിഞ്ഞ് പിറ്റത്തെ കൊടിയാഴ്ചയാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുന്നത്ത് നിർത്തി മുളക്കിൽ അവസാനിക്കാന്നാ പറയാം. മുളയങ്കാവിലാണ് ലാസ്റ്റ് പൂരം വരുന്നത്. അപ്പോൾ ആദ്യത്തെ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ പൂരം തന്നെ പറയാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അതിന് 7 ദിവസ ഉത്സവത്വമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കഴിഞ്ഞ് 8ാം പക്കം പൂരവും വിശേഷാൽ പൂജകളും കാര്യങ്ങളും ഈ 7 ദിവസവും ഉത്സവപരിയും കാര്യങ്ങളായിട്ട് നടന്നു പോകണതാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ തന്നെ എല്ലാം തൃപ്തികരമായിട്ടും അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം നടത്തി കൊടുക്കേണ്ട അമ്മ, അതാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ശക്തിയുള്ള അമ്മയാണ് ഇവിടെ. തെറ്റ് ചെയ്താൽ അതേമാതിരി ശിക്ഷിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു ഇതുള്ളത്. അതുകൊണ്ട് ആരൊക്കെ എന്ത് മനോവിഷമം വന്നാലും, വിവാഹമാണ് അല്ലെങ്കിൽ വിവാഹം നടക്കാതെ വരിക, സന്താനങ്ങൾ ഉണ്ടാവാതെ വരിക, അതേമാതിരി തന്നെ പ്രതിസന്ധികൾ, കടം, ഇതൊക്കെ മാറിക്കിട്ടാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെയായിട്ട് നേരെയാവുന്ന പറയണത്. വെച്ചാൽ ഇത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണ മാതിരിയല്ല, ആയുർവേദ മരുന്ന് കഴിക്കണ മാതിരി ഇങ്ങനെ കുറേശ്ശെയായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ അവിടെ തീർത്തു തരും. അതിന് എല്ലാവരും എത്രയോ ആൾക്കാർ ഇവിടെ ഞായറാഴ്ച വന്ന് മുട്ടറക്കാനും കാര്യങ്ങൾക്കും വരുന്നുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് മുട്ടറക്കം നടക്കുന്നത്. ഞായറാഴ്ചയും ഉണ്ട്. അതുപോലുള്ള പരിഹാരങ്ങൾ അതിൻ്റെ ഇടയിൽ മുഴുവൻ പരിഹാരങ്ങളും ചെയ്തിട്ട് കാര്യങ്ങൾ ശരിയാക്കി എടുക്കുന്നു. ഞാനിത് അവിടെ തന്നെ ഇരുന്നാണ് രാശി വെച്ചിട്ട് കാര്യങ്ങൾ പറയുന്നതും. ദോഷവശങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പരിഹാരങ്ങൾ ചെയ്യും. പല ഭാഗത്തും ഗൾഫിൽ നിന്നടക്കം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറബികളാണ് വന്ന് കാര്യങ്ങൾ നോക്കണതും കാര്യങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്ട്, പാലക്കാട് ഡിസ്ട്രിക്ട്, ഇപ്പോൾ നേരത്തെ ഇവര് പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ മദ്രാസ്, അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് എത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്. എല്ലാവരും വരിക, എല്ലാവരുടെയും കാര്യങ്ങൾ നേരെയായി പോട്ടെ. അതിനുവേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇതാണ് ഇവിടുത്തെ ഗുണം ക്ഷേത്രത്തിൻ്റെ. ഈ കാണുന്ന സ്ഥലം മുഴുവൻ ക്ഷേത്രത്തിൻ്റെയാണ്. എത്രയോ ഒരു 3.5 ഏക്കറോളം കാണും.
പ്രകൃതി രമണീയമായ സ്ഥലമാണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ശാന്തി സമാധാനം ഉണ്ടാവും. പലരും പറയാറുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോവാൻ തോന്നണില്ല, കാരണം അത്ര കണ്ട് ചൈതന്യം ഇവിടെയുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് തോന്നുന്നത്. ചില അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് എണീറ്റ് പോരാൻ തോന്നും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവർ എത്ര നേരം ഇപ്പം എന്നെ കാണണമെങ്കിൽ തിരക്കുണ്ട്, കുറേ ദിവസം ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കായിരിക്കും. അന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ എത്ര നേരം നിൽക്കാനും തയ്യാറാണെന്നർത്ഥം. അവർക്ക് ഒരു മടുപ്പ് വരുന്നില്ല. കാരണം അത്ര അന്തരീക്ഷം, ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇതാണ്. അതേമാതിരി തന്നെ മണ്ഡലകാല ചുറ്റുവിളക്ക്, പിന്നെ പ്രധാന വഴിപാടുകൾ. മണ്ഡലകാല ചുറ്റുവിളക്ക് നടക്കുന്നുണ്ട്, മറ്റേ തൃഷ്ടുപ്പ് ഹോമം നടക്കുന്നുണ്ട്. ഇതെല്ലാം പിന്നെ സ്വയംവര പാർവതി പൂജ നടക്കുന്നുണ്ട്, മംഗലസിദ്ധിക്ക്, സന്താനങ്ങൾക്ക് സന്താന ഗോപാല പൂജ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്ത് ക്ഷേത്രത്തിന് എല്ലാ എനർജികളും ചൈതന്യവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇവിടെ ഉപദേവന്മാരായിട്ടൊന്നുമില്ല, എന്നാൽ നാഗങ്ങളുണ്ട്. അതെല്ലാ ക്ഷേത്രങ്ങളിലും മിക്കവാറും നാഗങ്ങളുണ്ട്. ഇവിടെ ഉപദേവന്മാരെ പ്രതിഷ്ഠയില്ല. കാരണം പണ്ടേ കാലം മുതലേ ഉപദേവന്മാരില്ല ഇവിടെ. അങ്ങനത്തെ ഒരു ക്ഷേത്രമാണ് ഇവിടെ. കാരണം അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ഇനി രണ്ടാമത് ഒക്കെ വെക്കണം എന്നൊക്കെ ഒരു ആലോചന ഉണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. ഇവിടെ ടിപ്പുവിന്റെ ഭരണകാലത്ത് നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആർക്കും. ഇത് നശിപ്പിക്കാൻ നോക്കി ടിപ്പു, കടന്നൽക്കൂട്ടം ഇളകിയിട്ട് അങ്ങനെ നടന്നില്ല കാര്യങ്ങൾ. അങ്ങനെ ഓരോരോ നല്ല നല്ല മഹാത്ഭുതങ്ങളുള്ളൊരു ക്ഷേത്രമാണിത്. കണ്ടമാനം സ്വത്തുണ്ടായിരുന്ന ക്ഷേത്രമാണ്. 250 ഏക്കറോളം കൂടുതൽ ഏക്കർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് പിന്നീട് നമുക്ക് ലോപിച്ച് 3.5 ഏക്കറായി മാറി. അങ്ങനെ അതിനെ കാത്ത് സംരക്ഷിച്ച് ഞാൻ മേശാന്തി നിലയ്ക്ക് 13 കൊല്ലമായിട്ടും ഒരു അശ്രദ്ധ പരിശ്രമം തന്നെ ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഈ നിലയിൽ എത്തിച്ചു വരുന്നത്. ഇനിയും മുന്നോട്ട് പോകണം. 4 മാസം കഴിഞ്ഞാൽ ഇതാ നവീകരണം നടക്കുകയും 62 കൊല്ലമായി നവീകരണം ഇവിടെ നടന്നിട്ട് 5 പതിറ്റാണ്ട് കഴിഞ്ഞു. 5 പതിറ്റാണ്ടിൽ നവീകരണം നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് 4 മാസം കഴിഞ്ഞാൽ നവീകരണമാണ്. ഇവിടുത്തെ തന്ത്രിയാണെങ്കിൽ ഗുരുവായൂർ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അത് 4 മാസം അതായി. ഇനി ഈ ഉത്സവം, അതായത് ഞങ്ങൾക്കിവിടെ എങ്ങനെയാ വെച്ചാൽ വൃശ്ചികം 1-ാം തീയതിയുടെ പൂരം തുടങ്ങി ഞങ്ങളുടെ മനസ്സിൽ ഇവിടുത്തെ പൂരം കഴിയുന്നവരെ അതിന് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള ചൈതന്യങ്ങളും പ്രധാനപ്പെട്ട വഴിപാടുകളും ഈ കാണുന്നതായിട്ടുള്ള പൂമൂടലുണ്ട്, അതേമാതിരി തന്നെ പറവെപ്പ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നല്ല വഴിപാടുകൾ ചെയ്യുകയും എല്ലാവർക്കും അനുഗ്രഹാശിസുകൾ ചൊരിയുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. എൻ്റെ പേര് ഉണ്ണി, ഞാൻ മുൻ സെക്രട്ടറിയാണ്. ഇതിന് ചരിത്ര പ്രാധാന്യം ഒരുപാടുള്ളൊരു ക്ഷേത്രമാണ് കുന്നത്തുകാവ് ക്ഷേത്രം. കുന്നംകുളങ്ങരക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാലപ്പഴക്കം ശരിക്ക് ഞങ്ങൾക്ക് പറയാൻ കഴിയാത്ത അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ്. വളരെ പ്രാധാന്യമാണ്. വിളിപ്പുറത്ത് വരുന്ന ഭഗവതികളാണ് രണ്ടുപേരും. എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 92 മുതലാണ്, ഞാൻ ഇവിടെയുള്ള ആളല്ല. എൻ്റെ വീട് ശരിക്കും ചോറോട്ടൂർ ആണ്. ഒറ്റപ്പാലം താലൂക്കിൽ തന്നെ ആയിരുന്നു. ചോറോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിവിടെ സെറ്റിലായിട്ട് 1984 അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് പരിസ്ഥിതികളുണ്ട്. ടിപ്പു സുൽത്താൻ വരെ ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഇതിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അവർ ആ പടയോട്ടം വന്നപ്പോൾ കടന്നൽ കുത്തുക, അങ്ങനെയൊക്കെ ഐതിഹ്യങ്ങളും ഇതിൻ്റെ ഹിസ്റ്ററികളും പറയുന്നുണ്ട്. എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രമായിട്ട് ഇത്രയും കൂടുതൽ ബന്ധപ്പെട്ടത്. അപ്പോൾ എൻ്റെ അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിന് വളരെയധികം, ഞാനും ഒരുപാട് അധികം വിശ്വസിക്കുന്ന ക്ഷേത്രമാണ്. ഇതിനെ കൂടാൻ തുടങ്ങിയിട്ട് ഞാനും കുറേ കാലങ്ങളായി. 1996 മുതലാണ് ഞാൻ ക്ഷേത്രത്തിൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അത് എൻ്റെ ഓരോ കാര്യത്തിനും ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ, കാര്യസിദ്ധി ഫലങ്ങൾ കിട്ടിയതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അഖണ്ഡനാമം മുതലാണ്. 2003 മുതൽ അഖണ്ഡനാമം ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്.
അന്ന് അഖണ്ഡനാമത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ ചുമതലയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് 5 വർഷം കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങളുടെ ക്ഷേത്രം ഏറ്റെടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നരിപ്പറമ്പ് മന വാസുദേവൻ തിരുമേനി മേൽശാന്തിയായിട്ട് കിട്ടിയത്. മേൽശാന്തി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. മുട്ടറയ്ക്കലൊക്കെ കുന്നത്തുകാവിൽ തുടങ്ങിയത് നരിപ്പറമ്പ് മേൽശാന്തി ഏറ്റെടുത്തതിന് ശേഷമാണ്. നരിപ്പറമ്പ് മന വാസുദേവൻ തിരുമേനി ഏറ്റെടുത്തതിന് ശേഷമാണ് മുട്ടറയ്ക്കലും അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞ് ഒരുപാട് ദൂര സ്ഥലത്തുനിന്ന്, പാലക്കാട് ജില്ല മാത്രമല്ല, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നെല്ലാം, പിന്നെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, അങ്ങനെയുള്ള സ്ഥലത്തു നിന്നെല്ലാം ആൾക്കാർ വന്നു പോകുന്നുണ്ട്. വളരെയധികം ചൈതന്യമുണ്ട്. വിശ്വസിച്ചവരുടെ കൂടെ വരുന്ന ഒരു ഭഗവതിയാണ്. 2 ഭഗവതിയാണ്, കുന്നത്തുകാവിലെ അമ്മയത്, കുന്നംകുളങ്ങരക്കാവിലെ അമ്മയത്. അത് കാരണം കൊണ്ട് വളരെയധികം ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് വരുന്ന റൂട്ട് പറയുകയാണെങ്കിൽ പട്ടാമ്പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൂറ്റനാട് കഴിഞ്ഞ് കൂനമ്മൂച്ചി എന്ന് പറയുന്ന സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നടുവട്ടം പോകുന്ന ബസ്സിൽ കയറിയാൽ നിങ്ങൾ കുന്നത്തുകാവ് സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇറങ്ങിത്തരാം. പോരാത്തത് നമ്മളുടെ നരിപ്പറമ്പ് മന വാസുദേവൻ തിരുമേനി അന്വേഷിച്ച് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് പറഞ്ഞാലും അറിയപ്പെടും. അങ്ങനെ വരുന്ന അദ്ദേഹം ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് എത്ര വർഷമായി തിരുമേനി? 13 വർഷം കാലമായി. എനിക്ക് മുഴുവൻ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. 13 വർഷക്കാലം കഴിഞ്ഞു. തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തന്നെയല്ല, ഉത്സവത്തിൽ വെച്ചിട്ട് ഈ ഭാഗത്ത് നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിൽ ഏകദേശം ആദ്യം വരുന്ന ഒരു ഉത്സവമാണ്. ധനുമാസം മണ്ഡലകാലം കഴിഞ്ഞാൽ 41 ദിവസം കഴിഞ്ഞ് ആദ്യത്തെ കൊടിയാഴ്ച, അത് ഞായറോ ചൊവ്വ വെള്ളി, ഈ 3 ദിവസങ്ങളിലാണ് എടുത്തിട്ട് ഉത്സവം ഗംഭീരമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ഭാരവാഹികളുണ്ട്, ഇതിൻ്റെ കമ്മിറ്റിക്കാർ എല്ലാവരും സന്നിധരാണ്. സഹപ്രവർത്തകരെല്ലാം നന്നായിട്ട് കൂട്ടായ്മയോട് കൂടിയിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനുള്ള അഭിവൃദ്ധി എല്ലാം തരുന്നുണ്ട്. വിട്ടുപോയിട്ടുള്ളൊരു കാര്യം ഞങ്ങൾ പറഞ്ഞതിൽ പ്രധാന വഴിപാടിൽ എന്ന് പറഞ്ഞ കാർത്തിക വിളക്ക്, കാർത്തിക നാളിൽ ഭഗവതീനെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്ന ഒരു വഴിപാടാണ് കാർത്തിക വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത്. അതിൽ വാരൊരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇവിടെ. അത് രവി നമ്പൂതിരിപ്പാട് വന്നിട്ടാണ് വാരൊരിക്കുക. വാരരുന്ന് കഴിഞ്ഞാൽ അതായത് ദേവീനെ ശരിക്ക് ആവാഹിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ ഇരുത്തിയും കൊണ്ട് അദ്ദേഹം നാമജപം നടത്തുന്ന ആ ഒരർത്ഥത്തിലാണ് വാരൊരിക്കുന്നത് എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വാരൊരിക്കുന്നത്. ഒരു കാർത്തിക ദീപം തെളിയിച്ചാൽ ഒരു കാര്യം പ്രാർത്ഥിച്ച് എനിക്കൊരു കാർത്തിക വിളക്ക് കുന്നത്തുകാവിൽ നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിന് ഫലം കിട്ടിയ ഒരുപാട് അനുഭവസ്ഥരുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും ഈ സെക്രട്ടറി സ്ഥാനത്ത് ഏറ്റെടുക്കാൻ കാരണം ഉണ്ടായിരിക്കുന്നത്. ഒരു വല്ലാത്ത സംഭവം തന്നെയാണ്. എൻ്റെ മോനും എൻ്റെ മോൻ്റെ കൂട്ടുകാരനും കൂടി ഒരവസരത്തിൽ അവർ ഇവിടെ കോഴിക്കോട് വരെ പോയിട്ട് ഗാസ്കോടി ഗാമ ഇറങ്ങിയ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകണ്ടായി. 6ാം ക്ലാസ്സിലിട്ട് പഠിക്കുന്ന സമയത്താണ് പോയത്. പക്ഷേ എങ്കിലും അവർ വീട്ടിൽ അങ്ങനെ അനുമതി മേടിക്കാതെ അവർ 6ാം ക്ലാസ്സിൽ നിന്ന് അങ്ങനെ സ്കൂളിൽ നിന്ന് അങ്ങനെ പോകാനുണ്ടായത്. അങ്ങനെ പോയൊരു 4 മണിക്ക് ശേഷം 4:30 വീട്ടിലെത്താവുന്ന അവസ്ഥയിൽ കുട്ടികളെ 2 കാണുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. ഞങ്ങളെല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. 6 മണി കഴിഞ്ഞു, 8 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, 12 മണിയായിട്ടും എൻ്റെ അനുഭവത്തിലും എനിക്ക് കുട്ടികളുടെ ഒരു വിവരം കിട്ടിയില്ല. 12 മണി സമയത്ത് 1 മണി സമയത്ത് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റിൽ വരാണ്ടായി. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ ഗേറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങോട്ട് കയറാൻ എനിക്ക് ഒരു പേടി എൻ്റെ മനസ്സിൽ തോന്നി. എന്തോ ഒരു ഇതിൻ്റെ പെരുമാറ്റം മാതിരി ഇവിടെ കണ്ട മാതിരി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഭഗവതി എൻ്റെ കുട്ടീനെ എനിക്ക് കാണിച്ചു തരണം, എൻ്റെ കുട്ടിയെ തിരിച്ചെനിക്ക് കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നെ കൊണ്ട് കഴിയുന്ന എന്താണ് യഥാശക്തി വഴിപാടെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോയി. തിരിച്ചു വീട്ടിൽ ചെന്ന് കിടന്ന് രാത്രി 12 മണിക്ക് പറഞ്ഞത് പകൽ 12 മണിയാവുമ്പോഴേക്ക് എനിക്ക് എൻ്റെ കുട്ടി കോഴിക്കോട് നിന്നിട്ട് ഒരാള് സഹായത്തിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, ലാൻഡ് ഫോണായിരുന്നു, അന്നൊന്നും മൊബൈലില്ല, ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. ഇങ്ങനെ ദീപ മാച്ച് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്രസ്സിൽ ഇങ്ങനെ ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള മോനുണ്ട് എൻ്റെ അടുത്തുണ്ട്. അവൻ്റെ കൂട്ടുകാരനായ പ്രനിത്തും എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ
അടുത്തുണ്ട്. അവരിവിടെ വന്നിട്ട് നിൽക്കുന്ന സമയത്ത് അവരെ കൊണ്ട് ഞങ്ങൾ വരികയാണ്, നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. രാത്രി 12 മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നേരം ഉച്ച 12 മണിയാകുമ്പോഴേക്ക് എനിക്ക് വിവരം കിട്ടി എന്നുള്ളൊരു അനുഭവം ഉള്ള ഒരാളാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിനോട് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എപ്പോഴും എനിക്ക് എത്ര സുഖമില്ലെങ്കിലും ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യം വന്നാലും ഞാൻ വന്ന് പ്രവർത്തിക്കാൻ കൂടും. അത് എൻ്റെ ഒരു അനുഭവ കഥയാണ്. അങ്ങനെ അവർ കൂട്ടിയിട്ട് വരികയാണ്, വന്നു കഴിഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം ഈ ക്ഷേത്രത്തിൽ തന്നെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് പോവാണ്. ആ കൊല്ലം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആന കൊടുക്കുന്നത് ഞാനാണ്. ക്ഷേത്രത്തിന് ആന അതിനുള്ള അനുഭവം, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം കൊടുത്തത് 1996 ആ സംഭവം. ഇപ്പോഴും ആ നോട്ടീസ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി, നിങ്ങൾ വന്നു പറഞ്ഞു. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ കാണിക്കായിരുന്നത് ദീപമേച്ചൻ്റെ ഡിസീസ് ഉടമ ഉണ്ണിവക ആന വഴിപാടിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യസിദ്ധി എനിക്ക് കിട്ടി. കാരണം ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോൻ, ആകെ എനിക്കൊരു മോനേ ഉള്ളത്. ആ മോൻ എനിക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ തിരിച്ചിട്ട് അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അതേമാതിരി തന്നെ എൻ്റെ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും കുന്നത്തുകാവിലെ അമ്മ എനിക്ക് കൂടെ വേണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യം വിജയസാധ്യത ഉണ്ടായിട്ടുള്ളൂ. കുന്നത്തുകാവിലും കുന്നംകുളങ്ങരക്കാവിലും 2 ഭഗവതിമാര് ഇന്ന് ഇത്രത്തോളം കാലത്തിൽ അതൊരു അനുഭവം തന്നെയാണ്. അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മണ്ണോട് ചേർന്നാലും മറക്കാൻ കഴിയാത്ത സംഭവമാണ്. അങ്ങനെ ഓരോരുത്തർക്കും അനുഭവം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതിൽ ഒരു തർക്കവുമില്ല. പിന്നെ 7 ദിവസത്തെ ഉത്സവമൊക്കെ ആക്കി തീർത്തത് ഞങ്ങൾ ഇപ്പോഴാണ്. നമ്മുടെ വാസുദേവൻ തിരുമേനി വന്നതിന് ശേഷമാണ് ഞങ്ങൾ കൊടിയേറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി പുരോഗതിയിലേക്ക് വന്ന് വളരെയധികം എല്ലാവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വഴിപാടുകൾ ചോദിക്കാൻ, ഞങ്ങളൊരു സംഭാവന ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കുന്നത്തുകാവുന്ന് വരുന്നതല്ലേ അത് എഴുതിക്കോളൂ എന്നാ പറയാറുള്ളൂ. അല്ലാതെ മുഷിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോകുന്നൊരു സമ്പ്രദായമില്ല. എന്താ വേണ്ട അത് എഴുതിക്കോളൂ അങ്ങനെ പറയുന്ന കുന്നത്തുകാവും കുന്നംകുളങ്ങരക്കാവും 2 ആൾക്കും 2 ഭഗവതിമാർക്കും. അവിടെ ഒരു കുന്നംകുളങ്ങരക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിയ വിഗ്രഹം ഉണ്ടായിരുന്നത്, അതായത് മണ്ണിന്റെ വിഗ്രഹമായിരുന്നു അത് അന്നുണ്ടായിരുന്നത്, ആദ്യം ഉണ്ടായിരുന്നത്. അതൊരു സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് എന്താന്ന് വെച്ചാൽ ഒരുപാട് കാലപ്പഴക്കം ഉണ്ടായിരുന്നതാണ്. അത് മാറ്റാനുള്ള ഒരു അവസരം വന്നത് ഞങ്ങൾ കമ്മിറ്റി ചുമതല എടുത്തതിന് ശേഷമാണ്. ഞങ്ങളത് ജ്യോതിഷത്തിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ മാറ്റുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞ് കുന്നംകുളങ്ങരക്കാവ് എന്നുള്ള പേര് വരുന്നത് തന്നെ അതിന് എന്തോ കുന്നംകുളത്തായിട്ടുള്ള എന്തോ ഒരു ബന്ധം ഉണ്ടാക്കും. ആ പ്രതിഷ്ഠ തന്നത് കുന്നംകുളത്തുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് അറിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഈ പ്രതിഷ്ഠ മാറ്റുമ്പോൾ ഈ പ്രതിഷ്ഠ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുന്നംകുളമായിട്ട് എന്തോ കുന്നംകുളങ്ങരക്കാവ് എന്തോ ഒരു കണക്ഷൻ എന്നുള്ളത് പറയുക. അദ്ദേഹമാണ് ഞങ്ങൾക്ക് പ്രതിഷ്ഠ തന്നത്. അന്ന് മുതൽ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് 13 വർഷം ആവാൻ പോവാണത്. ഇനിയിപ്പോ അവിടെ ഈ പറഞ്ഞ മാതിരി ഈ നവീകരണം വേണം. ഇവിടെയും നവീകരണം ഇപ്പോൾ മേൽശാന്തി പറയാണ്ടായി അനുഭവത്തിൽ ഇവിടെ ബലിക്കല്ലിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 60 കൊല്ലം കഴിഞ്ഞു. 61 വർഷം 62 വർഷമായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ആ ചൈതന്യക്കുറവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും പറയാം. കാരണം എങ്കിലും ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തോ ഞങ്ങളുടെ ദേശത്തിനോ ഞങ്ങൾക്ക് കമ്മിറ്റിക്കാർക്കോ ഇതിൻ്റെ ഒരു അവസരം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ കുടുംബത്തിൽ ഐശ്വര്യക്കുറവോ അല്ലെങ്കിൽ കുടുംബത്തിൽ കലഹോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇതിലൊരു ഒത്തുചേരല് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അത് ഉണ്ടാവുന്നല്ലാതെ ആ സമയം വന്നാൽ എല്ലാവരും ഒത്തുചേർന്ന് അടിപൊളിയാക്കുന്ന ഒരു സംഭവമാണ്. അത് ഭഗവതിയുടെ കടാക്ഷം തന്നെയാണ്. അതിനൊരു തർക്കമില്ല എന്നുള്ളതാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും കൂടുതൽ പറയാനില്ല. നന്ദി, നമസ്കാരം.